ഈ ഉണ്ണി മുകുന്ദൻ തന്റെ പുതിയ ചിത്രത്തിൽ ഇപ്പോൾ 100 കോടി നേടിയിട്ടുണ്ട്. അത് എന്തായാലും ഈ വിമർശകർക്കുള്ള മറുപടിയല്ലേ. കാരണം അദ്ദേഹത്തിനെതിരെ വർഷങ്ങളായി തന്നെ സൈബർ ആക്രമണങ്ങളും അതോടൊപ്പം തന്നെ ചില ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്നുള്ള ഈ വ്യക്തി ഹത്യയെല്ലാം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഈ 100 കോടി വിജയം ഇത് തുടർച്ചയായ രണ്ടാമത്തേതാണല്ലേ. ഇതിനു മുൻപ് മാളികപ്പുറവും 100 കോടി നേടിയിരുന്നു. ഇപ്പോൾ പുതിയൊരു 100 കോടിയും കൂടി പിറന്നിരിക്കുകയാണ്. എന്താണ് ഇപ്പോഴുള്ള സംഭവ വികാസം? ഇതെന്തായാലും വളരെ സന്തോഷകരമായ വാർത്തയാണ്. കാരണം ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ച് നമുക്കറിയാം, അദ്ദേഹത്തിന്റെ പല സിനിമകളും വലിയ വിജയമൊന്നും അദ്ദേഹത്തിന് നേടാൻ സാധിച്ചിട്ടില്ല. അതിൽ അദ്ദേഹം വളരെയധികം ഒരു നിരാശനായിരുന്നു. കാരണം അദ്ദേഹത്തിന് വലിയ സിനിമകളൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ദുൽഖർ സൽമാന്റെയും അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെതും വിനീത് ശ്രീനിവാസന്റെ ഒക്കെ എടുത്ത് നോക്കിയാൽ അവരുടെ കരിയറിൽ ബെസ്റ്റ് സിനിമകളാണ് എപ്പോഴും അവർ അഭിനയിച്ചിട്ടുള്ളതാണെങ്കിലും വിനീത് ശ്രീനിവാസൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും. അപ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരു നല്ല സിനിമയില്ലെന്ന് എപ്പോഴും അദ്ദേഹം എല്ലാ ഇന്റർവ്യൂകളും പറയുന്നുണ്ട്. കാരണം താൻ പ്രയത്നിക്കുന്നുണ്ട്, പക്ഷെ തൻ്റെ കരിയറിൽ നല്ല സിനിമകൾ അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് നല്ല സിനിമകൾ തന്നെയാണ്, പക്ഷെ അതെന്തുകൊണ്ടോ വലിയ വിജയമാകുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് മല്ലു സിംഗ് എന്നൊരു സിനിമ അദ്ദേഹത്തിന്റെ അതായത് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ മികച്ചൊരു സിനിമയായിരുന്നു മല്ലു സിംഗ്. കുഞ്ചാക്കോ ബോബനും അദ്ദേഹവുമായി അഭിനയിച്ചത്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതായത് മലയാളി പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാവരും ഏറ്റെടുത്തൊരു സിനിമയായിരുന്നു മല്ലു സിംഗ്. അതിനുശേഷമാണ് ഉണ്ണി മുകുന്ദൻ എന്നൊരു താരത്തിനെ മലയാളികൾ അറിഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഉണ്ണി മുകുന്ദനെ ആരാധിച്ചു തുടങ്ങിയത് ഇപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ അദ്ദേഹം വളരെ മികച്ചതായി അഭിനയിച്ച മാർക്കോ 100 കോടി ക്ലബിൽ, അതായത് ആഗോള കളക്ഷനിൽ മാർക്കോ 100 കോടി ക്ലബ്ബ് കയറിയെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. മാർക്കോ നമുക്ക് നോക്കിയാൽ അറിയാം, മിഖായേലിന്റെ ഒരു തുടർ പകർപ്പാണ് മാർക്കോ എന്ന് പറയുന്നത്. കാരണം മാർക്കോ എന്ന ക്യാരക്ടർ വളരെ ജോക്കർ കഥാപാത്രമായിരുന്നു. അതിന് ജോക്കർ കഥാപാത്രമായിരുന്നു. കാരണം ഒരുപാട് ട്രോളുകളൊക്കെ മാർക്കോയിൽ ഒരു മാർക്കോ എന്ന കഥാപാത്രത്തിന് വന്നിട്ടുണ്ട്. ചേട്ടൻ അത് കണ്ടുകാണ് സോഷ്യൽ മീഡിയയിൽ. കാരണം അത്രയും ഒരു ഹൈപ്പിലൂടെ ഉണ്ണി മുകുന്ദൻ വന്നിട്ട് മിഖായേൽ വെറും നിവിൻ പോളി വെറും കത്തി കൊണ്ടാണ് മാർക്കോയെ കൊല്ലുന്നത്. അപ്പോൾ അത്രയും ഒരു ഹൈപ്പിൽ വന്ന വില്ലനായിരുന്നു. പക്ഷേ പിന്നീട് ഈ ഷെരീഫ് അദാനി, അതായത് മാർക്കോയുടെ സംവിധായകൻ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരിക്കലും മിഖായേലിലെ മാർക്കോയുമായി ഈ മാർക്കോ താരതമ്യം ചെയ്യരുത്. കാരണം ഇതൊരു വയലന്റ് ആക്ഷൻ സിനിമയാണ്. കാരണം മലയാളത്തിൽ ഇന്നേ വരെ ഇതുപോലൊരു സിനിമ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത്രത്തോളം ഒരു ഹൈപ്പ് കൊടുത്താണ് മാർക്കോ എന്ന സിനിമ ജനങ്ങളിലേക്ക് എത്തിച്ചത്. അപ്പോൾ ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം മിഖായേലുമായിട്ട് ഇത് ഒരു കൂട്ടിക്കുഴയ്ക്കരുത്, കാരണം അതിനെക്കാട്ടിയും മികച്ചൊരു സിനിമയായിരിക്കും മാർക്കോ എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിരുന്നു. അപ്പോൾ പല സിനിമകൾ നമ്മൾ എടുത്തു നോക്കിയാൽ, അതായത് എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നത് മോഹൻലാലിൻ്റെ ഒരു സിനിമ ഒടിയൻ. കാരണം ഒടിയന്റെ സംവിധായകൻ അദ്ദേഹം ഒരുപാട് ഹൈപ്പ് ആ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം അടുത്ത നാഷണൽ അവാർഡ് അല്ലെങ്കിൽ ഓസ്കാർ അവാർഡ് മോഹൻലാലിന്റെ കയ്യിൽ ഇരിക്കുമെന്ന് വരെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാ വീഡിയോസിലും ഇപ്പൊ എല്ലാ ഇന്റർവ്യൂകളിലും ശ്രീകുമാർ എന്ന് പറയുന്ന അതിന്റെ സംവിധായകൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒടിയൻ എന്ന് പറയുന്നത് തിയേറ്ററിൽ തന്നെ വളരെയധികം പരാജയപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഹൈപ്പ് കൊടുക്കുമ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നതാണ്. കാരണം ഈ സിനിമ വിജയിക്കുമോ, ഈ സിനിമ 100 കോടി ക്ലബിൽ കയറുമോ എന്ന് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യമാണ്. എന്തായാലും മാർക്കോ അത് വിജയിപ്പിച്ചു കഴിഞ്ഞു. കാരണം 100 കോടി ക്ലബിൽ ആഗോള കളക്ഷൻ 100 കോടി ക്ലബിൽ മാർക്കോ കയറി കഴിഞ്ഞു. വളരെ സന്തോഷകരമായ വാർത്തയാണ്. പിന്നീട് ഉണ്ണി മുകുന്ദൻ എന്ന വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിലും അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കരിയറുണ്ട്. ഈ മാർക്കോ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ചവിട്ടുപടി മാത്രമല്ല, അദ്ദേഹത്തിന് ഇന്ത്യയിൽ തന്നെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആക്കി മാറ്റിക്കഴിഞ്ഞു. മാർക്കോ എന്ന് മലയാളത്തിൽ മാത്രമല്ല, കന്നഡ, തെലുങ്കു, തമിഴ്, ഹിന്ദി എന്നീ ഇന്ത്യയിലെ പല ഭാഷകളിലുമാണ് മാർക്കോ പ്രദർശനത്തിനെത്തിയത്. ഈ സിനിമയ്ക്കെതിരെയും ഈ ചില പ്രമുഖ വ്യക്തികൾ നെഗറ്റീവ് റിവ്യൂവുമായി രംഗത്ത് വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ തുടക്കത്തിലെല്ലാം. അതെ, എല്ലാ സിനിമകൾക്കും നെഗറ്റീവ് റിവ്യൂമായിട്ട് ഒരുപാട് പേര് വരാറുണ്ട്. കാരണം റിവ്യൂ ആണ് സിനിമയെ തന്നെ സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ സിനിമയുടെ ഒരു അടിസ്ഥാനം റിവ്യൂ ആണെന്ന് പറഞ്ഞ് പലരും, അതായത് തിയേറ്ററിൽ ഈ സിനിമയുടെ ഹാഫ് പോർഷൻ കഴിയുമ്പോഴേ റിവ്യൂ ഇടുന്ന പല പ്രമുഖരുമുണ്ട്, അല്ലെങ്കിൽ പല യൂട്യൂബേഴ്സും ഉണ്ട്. അപ്പോൾ നേരത്തെ ഈ ഉണ്ണി മുകുന്ദന്റെ കാര്യം പറഞ്ഞാൽ, ഉണ്ണി മുകുന്ദൻ എപ്പോഴും സൈബർ അറ്റാക്കുകൾക്ക് ഇരയാകുന്ന ഒരു നടനാണ്. കാരണം അദ്ദേഹത്തിനെ പോലെ ഇത്രയും ഒരു ആക്രമണം നേരിട്ട നടനില്ല. കാരണം അദ്ദേഹം ഒരു BJP അനുഭാവിയാണ്, സംഘപരിവാർ അനുഭാവിയാണ്, RSS അനുഭാവിയാണെന്ന് പറയുന്ന പലരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതായത് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടാൽ പോലും അതിൻ്റെ താഴെ കമന്റിൽ വന്ന് നീ ഒരു RSS അനുഭാവിയല്ലേ, നീ ഒരു സംഖ്യയല്ലേ, അദ്ദേഹത്തിന് ഒരു ചാണകം വരെ എന്ന് വിളിച്ചവരുണ്ട്. അപ്പോൾ അത്രത്തോളം അദ്ദേഹം സൈബർ അധിക്ഷേപങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമ എന്തായാലും പരാജയപ്പെടണം, അല്ലെങ്കിൽ ഇതും ഒരു സംഖ്യ ഇറക്കിയ ഒരു സിനിമയാണ്, അല്ലെങ്കിൽ ഉണ്ണി മുകുന്ദനെ വളരെ എന്തോ വലിയ സംഭവമായി കാണിക്കുന്ന ഒരു സിനിമയാണെന്ന് പറഞ്ഞാണ് കൂടുതൽ പേരും ഇത് റിവ്യൂ ഇട്ടത്. പക്ഷേ ഈ റിവ്യൂകളെല്ലാം മാറ്റി മറിച്ചുകൊണ്ടാണ് മാർക്കോ ഇപ്പോൾ അതായത് മലയാളി പ്രേക്ഷകർ
പ്രേക്ഷകർ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെയാണ് മാർക്കോ എന്ന സിനിമയ്ക്ക് ആരാധകരുള്ളത്. അത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷം, അതായത് നിവിൻ പോളി ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ഞാൻ, കാരണം മറ്റൊരു താരത്തിന്റെയോ അല്ലെങ്കിൽ ദുൽഖർ സൽമാനെ നോക്കി നമുക്കറിയാം മമ്മൂട്ടിയുടെ മകനാണ്, പ്രണവ് മോഹൻലാലിനെ നോക്കിയാൽ അദ്ദേഹത്തിന് മുന്നേ ഉണ്ട്, അതായത് മോഹൻലാലിന്റെ മകനാണ്. അങ്ങനെയൊക്കെയാണ് അവർ സിനിമയിൽ നിറഞ്ഞത്. പക്ഷേ ഉണ്ണി മുകുന്ദന്റെ കാര്യത്തിൽ നിവിൻ പോളി പറയുന്നത് പോലെ തന്നെ അദ്ദേഹം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്. കാരണം തനിക്ക് കിട്ടുന്ന ചെറിയ റോളുകൾ പോലും അസാധാരണമായി പ്രതിഫലിച്ച് അല്ലെങ്കിൽ ഒരു സ്ക്രീനിന്റെ മുന്നിൽ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് ഉണ്ണി മുകുന്ദനുണ്ട്. അത് തന്നെയാണ് ഉണ്ണി മുകുന്ദന്റെ ഈ വിജയത്തിന് കാരണം. ഇനിയും ഉണ്ണി മുകുന്ദന് സിനിമകളുണ്ട്. അദ്ദേഹത്തിന്റെ ഈ സിനിമകളെല്ലാം മാർക്കോയിനെ കാട്ടി വൻ വിജയമാവട്ടെ. കാരണം അദ്ദേഹം എപ്പോഴും, അതായത് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യമുണ്ട്, കാരണം തനിക്ക് ഒരു സിനിമ കിട്ടുന്നുണ്ട്, താൻ അതിൽ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ എന്തുകൊണ്ട് തനിക്ക് തൻ്റെ സിനിമകളൊന്നും വലിയ വിജയമാകുന്നില്ല, അല്ലെങ്കിൽ തനിക്ക് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുന്നില്ല, എപ്പോഴും ഉണ്ണി മുകുന്ദൻ പറയുന്ന ഒരു കാര്യമായിരുന്നു. അതെല്ലാം ഇപ്പോൾ മാർക്കോ തിരുത്തി കുറിച്ചിട്ടുണ്ട്. മാർക്കോ എന്ന് പറയുന്നത് ഉണ്ണി മുകുന്ദന്റെ കരിയർ ബെസ്റ്റ് ആണെന്ന് തന്നെ പറയാം. ഇനി എന്തായാലും അദ്ദേഹത്തിന്റെ സിനിമകൾ, ഇനിയും സിനിമകൾ വരുന്നുണ്ട്. ആ സിനിമകളും എല്ലാം മാർക്കോയെ പോലെ തന്നെ വൻ വിജയം നേടട്ടെ. ഇന്ത്യ ഒട്ടാകെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ട് തന്നെ ഉണ്ണി മുകുന്ദൻ വളരട്ടെ. താരപദവിയിൽ അല്ലെങ്കിൽ ഒരു മൂല്യമുള്ള ഒരു സ്റ്റാർ ആയിട്ട് തന്നെ ഉണ്ണി മുകുന്ദൻ വളരട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പൊ എന്തായാലും വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. കാരണം മലയാളത്തിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഇനി വലിയ പ്രതീക്ഷയിലാണല്ലോ. ഇനിയപ്പോൾ സിനിമകൾ അത്രത്തോളം കാണികളെത്തും ആദ്യ ദിനം തന്നെ ഇത്തരം ആ രീതിയിൽ വളർന്നു കഴിയുമ്പോൾ അത് എങ്ങനെയായിരിക്കും ഇനി ഉണ്ണി മുകുന്ദന്റെ ഭാവി എങ്ങനെയായിരിക്കും? ഉണ്ണി മുകുന്ദന്റെ ഭാവി മാർക്കോയിലൂടെ തന്നെ തെളിഞ്ഞു എന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം മാർക്കോയിൽ കണ്ടാൽ അറിയാം, ഉണ്ണി മുകുന്ദൻ ഇങ്ങനെ ഒരു ആക്ഷൻ സ്റ്റാർ ആയിട്ടാണ്, വയലൻസ് സ്റ്റാർ ആയിട്ടാണ് മാർക്കോയിൽ അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹം അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഒരു വയലൻസ് സിനിമ നമ്മുടെ ഓർമ്മയിൽ വരികയാണെങ്കിൽ അനിമൽ കില്ല്, അതൊക്കെ ബോളിവുഡിൽ വളരെയധികം ഒരു വയലൻസ് ഉള്ള ഒരു സിനിമയാണ്. പക്ഷേ അതിനെല്ലാം തിരുത്തി അല്ലെങ്കിൽ അതിനെല്ലാം താഴെ തട്ടിലാക്കിയാണ് ഇപ്പോൾ മാർക്കോ കയറി വരുന്നത്. അപ്പോൾ ഈ മാർക്കോയിൽ അദ്ദേഹത്തിന്റെ അഭിനയ മികവും ഇപ്പോൾ മാർക്കോ 100 കോടി ക്ലബിൽ കയറിയത് ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ സിനിമ കരിയറിൽ പുതിയൊരു വഴി തന്നെ തെളിക്കും. കാരണം അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സിനിമകൾ ഇപ്പോൾ ഉണ്ണി മുകുന്ദന് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇത് ഉണ്ണി മുകുന്ദന്റെ ഒരു കരിയർ ബെസ്റ്റ് തന്നെയാണ്. എന്തായാലും മാർക്കോ ഒരു വൻ വിജയമാവട്ടെ. അല്ലെങ്കിൽ മാർക്കോ ഇനിയും ഇപ്പോൾ ഉടനെ തന്നെ OTT പ്ലാറ്റ്ഫോമിൽ മാർക്കോ സ്ട്രീമിംഗ് തുടങ്ങും. അപ്പോഴും എല്ലാവരും, അതായത് തിയേറ്ററിൽ കണ്ടവർ പോലും OTTയിൽ മാർക്കോ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം മാർക്കോയുടെ ആദ്യത്തെ ഫസ്റ്റ് റെസ്പോൺസ് തന്നെ മാർക്കോ ഒരു കിടിലം, അതായത് രക്ഷയില്ലാത്ത സിനിമയാണ്, എല്ലാവരും മസ്റ്റ് വാച്ച് സിനിമ എന്നാണ് മാർക്കോയെ പറഞ്ഞത്. അതെന്തായാലും ഉണ്ണി മുകുന്ദന് മാത്രമല്ല, ആ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ എല്ലാവരുടെയും കഴിവും എല്ലാവരുടെയും ഒരു കഠിനാധ്വാനം കൊണ്ട് തന്നെയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഉണ്ണി മുകുന്ദനെ പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറായി മാറിക്കഴിഞ്ഞു. കാരണം ഒരൊറ്റ സിനിമ ഉൾപ്പെടെയുള്ളവർ അവിടെ അവരുടെ ഭാഷയിൽ പോയി അഭിനയിച്ചാണ് വലിയ രീതിയിൽ പേരെടുത്തത്. പക്ഷേ ഇത് കേരളത്തിലെ ഒരു ചെറിയ ഇൻഡസ്ട്രിയിൽ നിന്നും ആ രീതിയിലേക്ക് വളരാൻ എന്തായാലും ഉണ്ണി മുകുന്ദന് കഴിഞ്ഞല്ലോ. അത് മലയാളികൾക്കും കൂടെ ഒരു അഭിമാനമുള്ളത്. മലയാളികൾക്ക് അഭിമാനം തന്നെയാണ്. കാരണം മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഒരു വയലൻസ് സിനിമയ്ക്ക്, അതായത് ആഗോളം മൊത്തമായിട്ടൊരു 100 കോടി സമാഹരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ദുൽഖറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ദുൽഖറിന്റെ ഈ ഇടയ്ക്ക് ഇറങ്ങിയത്, അതായത് ഹിന്ദി സിനിമ ലക്കി ഭാസ്കർ ആണ്. ലക്കി ഭാസ്കർ ഒരു 100 കോടി ക്ലബിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ദുൽഖർ സൽമാൻ പോലെയുള്ള ഈ പ്രമുഖ നടന്മാർക്കൊക്കെ അതായത് മറ്റ് ഇൻഡസ്ട്രികളിലാണ് അവർ വിജയം കൊയ്യുന്നത്. പക്ഷേ ഉണ്ണി മുകുന്ദനെ നമ്മൾ നോക്കിയാൽ അദ്ദേഹം തൻ്റെ ഒരു വിശ്വാസം കൈവിടാതെ തന്നെയാണ് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ താൻ ഒരു സ്ഥാനം ഉറപ്പിക്കും എന്നുള്ളത് തന്നെയാണ് മാർക്കോ എന്ന ഈ ഒരു സിനിമയിലൂടെ വ്യക്തമാക്കുന്നത്. കാരണം മലയാളത്തിൽ ആരും ഭയപ്പെടാൻ അല്ലെങ്കിൽ ആരും എടുക്കാത്തൊരു ചിത്രം തന്നെയാണ് ഈ ഒരു മാർക്കോ, അതായത് മോസ്റ്റ് വയലൻസ് ആക്ഷൻ സിനിമ. അപ്പോൾ എല്ലാവർക്കും ഒരു ഭയമുണ്ടായിരുന്നു, ഇത് ഇനി പരാജയമായിരിക്കോ അതോ വിജയമായിരിക്കോ, ഇത് ഒരു പണം സമാഹരിക്കും എന്നെല്ലാം ഭയമായിരുന്നു. പക്ഷേ ഇതെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 100 കോടി ക്ലബിൽ കയറിയിരിക്കുന്നത്. എന്തായാലും ഉണ്ണി മുകുന്ദൻ താരപദവിയിലെത്തും, അത് ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിന്റെ ഇനിയും സിനിമകൾ വരാനുണ്ട്. ആ സിനിമകളെല്ലാം അതായത് പ്രേക്ഷകർ ഏറ്റെടുക്കും. കാരണം മാർക്കോ ഏറ്റെടുത്തത് പോലെ തന്നെയായിരിക്കും എല്ലാവരും ഏറ്റെടുക്കുന്നത്. എന്തായാലും ഉണ്ണി മുകുന്ദന്റെ ഫ്യൂച്ചറിന് അല്ലെങ്കിൽ മൂവി ഫ്യൂച്ചറിന് വേണ്ടി വിജയാശംസകൾ നേരുന്നു. എന്തായാലും അദ്ദേഹത്തിന് ഇനിയും തള്ളപ്പെടാതെ അദ്ദേഹം മുന്നോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കട്ടെ.